ജീവിതയാത്രയുടെ ഗതിവിഗതികളിൽ കണ്ടുമുട്ടിയ വഴിയോര കാഴ്ചകളിൽ നിന്നും മനുഷ്യ മനസ്സുകളെ നൊമ്പരപ്പെടുത്തുന്ന ആർദ്രമായ അനുഭവങ്ങളുടെ കൂട്ടിണക്കിക്കൊണ്ട് കാൽപ്പനികതയുടെ മറവുകളൊന്നുമില്ലാതെ സമൂഹത്തിനെ നേർക്ക് പിടിച്ചിരിക്കുന്ന കണ്ണാടിയിലൂടെ എന്ന പോലെ ഹൃദയസ്പർശിയായ കഥയുടെ ഇണപിരിയാത്ത ഹൃദയങ്ങളുടെയും നനവാർന്ന കണ്ണുകളുടെയും ഹൃദ്യമായ രംഗാവിഷ്കരണം ഞങ്ങൾ വിനയപുരസരം അവതരിപ്പിക്കുന്നു. ഭൂമിയിലെ സ്വർഗം. ഒന്നുമില്ലടി, 60 വർഷമായി ദൈവം നമ്മളെ ഒന്നിപ്പിച്ചിട്ട്. നമുക്ക് മക്കളായി, മക്കള് കൊച്ചുമക്കളും എല്ലാം ആയി. എന്നിട്ടും ഈ വിവാഹ വാർഷികത്തിന് നമ്മൾ ഒറ്റയ്ക്കാണല്ലോ എന്ന് ആലോചിച്ച് പോയതാണ്. എന്ത് ചെയ്യാം, മക്കളൊക്കെ ഒരു നിലയിലെത്തിയല്ലോ എന്ന് കരുതി സമാധാനിക്കാം. അതൊക്കെ ശരിയാ. എന്നാലും ഞാൻ എപ്പോഴും ഓർക്കും നമ്മുടെ ആ പഴയ കാലം. നമ്മളെല്ലാവരും ഒരുമിച്ച് പള്ളിയിൽ പോകുന്നതും കുർബാന കഴിഞ്ഞ് എല്ലാവരും കേക്ക് മുറിച്ച് എല്ലാവരും കഴിക്കുന്നതും മക്കളുടെ ഡാൻസും പാട്ടും കളിയും ചിരിയും ഒക്കെ ഒരു ആഘോഷമായിരുന്നു. അതൊക്കെ ഒരു കാലം. എത്ര നാളായി മക്കളെ നോക്കിയിരിക്കുന്നു. ഇന്ന് വരും നാളെ വരും എന്ന് നോക്കി. വയസ്സായി കഴിഞ്ഞ മക്കൾക്ക് അപ്പനെയും വേണ്ട അമ്മയും വേണ്ട. അത് പിന്നെ അന്നാമേ, മക്കൾക്ക് അവിടെ ജോലി കാര്യങ്ങളൊക്കെ ഉള്ളതല്ലേ, തിരക്കുണ്ടാകും. അതൊക്കെ വിട്ട് അവരിങ്ങോട്ട് വന്നാ അവരുടെ ജോലി മക്കളുടെ പഠിത്തവും ഒക്കെ ബുദ്ധിമുട്ടാവൂല്ലേ. പിന്നെ അവർക്കറിയാം നമുക്ക് ഇവിടെ ബുദ്ധിമുട്ടൊന്നുമില്ലാന്ന്. ഇടയ്ക്കിടയ്ക്ക് അവര് ഫോൺ വിളിച്ച് നമ്മുടെ വിശേഷങ്ങൾ അന്വേഷിക്കുന്നുണ്ടല്ലോ, ഇല്ല അന്നാമ്മ? 5 വർഷം മുമ്പ് നമ്മുടെ വിവാഹ വാർഷികത്തിന് മക്കളെല്ലാരും വന്നതാ. എത്ര നാളായി. നിങ്ങൾ ഓർക്കുന്നു നമ്മുടെ കൊച്ചുമക്കൾ എല്ലാരും ഡാൻസ് കളിച്ചത്? എത്ര നാളായി അതുങ്ങളെയൊക്കെ ഒന്ന് കണ്ടിട്ടു. നല്ല മിടുക്കനും മിടുക്കത്തിയൊക്കെ ആയി കാണും. അതെ അതെ, മിടുക്കരായിട്ടുണ്ടാവും മക്കളൊക്കെ. ഞാൻ മരുന്ന് കഴിക്കട്ടെ. എന്താ അന്നാമേ നീ ആലോചിച്ചിരിക്കുന്നേ? കഴിഞ്ഞ തവണ നമ്മുടെ കൊച്ചുമക്കളൊക്കെ കളിച്ച ഡാൻസ് ആലോചിച്ചിരിക്കുവായിരുന്നു. ആരും വരുന്നുണ്ടല്ലോ. ആരാ? അറിയാച്ചായോ, മെമ്പറാണേ. ആ മെമ്പറോ? എനിക്ക് മെമ്പർ എന്നാ മെമ്പറെ വിശേഷിച്ച്? അറിയാച്ചായ, ഞാൻ വന്നത് സർക്കാരിന്റെ പുതിയൊരു വയോജന പദ്ധതിയുടെ ഭാഗമായിട്ടാണ്. ആണോ?
നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ എന്നോട് പറഞ്ഞാൽ മതി. ഞാൻ പ്രതി അന്യനൊന്നും അല്ലല്ലോ. അത് പിന്നെ ഞങ്ങൾക്ക് അറിയത്തില്ലേ. ജോസ്മോന്റെ കൂടെ എത്ര തവണ വന്നിട്ടുള്ളതാണ്. അവന്റെ വലിയ കൂട്ടുകാരിയല്ലായിരുന്നു നീ ഇരിക്കും, ഞാൻ കാപ്പി എടുക്കാം. അറിയാച്ചായ ജോസ്മോന്റെ വിശേഷങ്ങൾ എന്തൊക്കെയാ? കുറെ കാലമായിരുന്നു അവനെയൊക്കെ കണ്ടിട്ട്. അവനും കുടുംബത്തിനും സുഖം തന്നെയല്ലേ? അവരൊക്കെ സുഖമായിട്ടിരിക്കുന്നു. അവർക്ക് അവിടെ ജോലിയും കാര്യങ്ങളും ഒക്കെ ഉള്ളതല്ലേ, തിരക്കുണ്ടാവും. അതൊക്കെ വിട്ടേച്ച് ഇത്രയും ദൂരം മാറാൻ പറ്റും. അതുകൊണ്ട് ഞാനും അവരെ നിർബന്ധിക്കലില്ല. ആ മിക്ക വീടുകളിൽ ഇപ്പൊ ഇതേ പ്രശ്നം തന്നെയാന്നേ. മക്കൾക്കൊക്കെ വിദേശത്ത് ജോലി, വീടുകളിൽ പ്രായമായ അപ്പനും അമ്മയും മാത്രം. ഇതിപ്പോ വലിയൊരു സാമൂഹിക പ്രശ്നമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. അയ്യോ ചെറിയാച്ചായ എന്തോ ഒരു വല്ലായ്മ പോലെ. ഒന്നും പറയണ്ട, കുറച്ച് ദിവസമായി തുടങ്ങി ചുമയാണ്. ആശുപത്രി പോകാൻ പറഞ്ഞ കേക്കില്ല. ഇത് ഞാൻ കുറച്ച് ചുക്ക് കാപ്പി ഉണ്ടാക്കി കൊടുക്കാം, അത് കുടിച്ച് ഇവിടെ ഇരിക്കും. അത് പിന്നെ വർഷം കുറെ ആയില്ലേ ഇവളെ ഉണ്ടാക്കി തരുന്ന ഈ ചുക്ക് കാപ്പി കുടിക്കാൻ തുടങ്ങിയിട്ട്. അത് കുടിക്കുമ്പോ കിട്ടുന്ന ആ സുഖം ഏത് ഡോക്ടറെ കണ്ടാലാ കിട്ടുക? അത് പിന്നെ എനിക്കറിയാവുന്നല്ലേ അമ്മച്ചിയുടെ കൈപ്പുണ്യം. ജോസ്മോന്റെ കൂടെ ഞാനും ഇവിടെ കുറെ പ്രാവശ്യം വന്ന് ഭക്ഷണം കഴിച്ചിട്ടുള്ളതല്ലേ. ആ നിങ്ങളുടെ വിവാഹത്തിന് ശേഷം ഇത്രയും വർഷമായിട്ടും നിങ്ങളുടെ ആ ഒരുമയും സ്നേഹവും പുതിയ തലമുറ കണ്ടുപിടിക്കേണ്ടത് തന്നെയാണ്. അല്ല നിങ്ങൾ രണ്ടുപേരും ഒരുങ്ങി എങ്ങോട്ടാണ് യാത്ര പോകുന്നത്? അതെ, ഞങ്ങളുടെ 60ാമത്തെ വിവാഹ വാർഷികമായിന്ന്. ദാമ്പത്യ ജീവിതത്തിൽ ഞങ്ങൾക്ക് ലഭിച്ച അനുഗ്രഹങ്ങൾക്കൊക്കെ നന്ദി പറയാൻ പള്ളി പോയേച്ച് വരികയായിരുന്നു. ഈ ഒരു ദിവസവും മക്കളാരും കൂടെ ഇല്ലല്ലോ എന്നുള്ളൊരു വേദനയുണ്ട്. എന്ത് ചെയ്യാം, അവരവിടെ ഞങ്ങൾ ഇവിടെയല്ലേ. 60ാമത്തെ വിവാഹ വാർഷികമാണോ? എന്റെ ആശംസകൾ. നമുക്കിത് മക്കളൊന്നും ഇല്ലല്ലോ, നമുക്കിത് ആഘോഷിക്കണം കറിയാച്ചായ. എനിക്ക് 2-3 വീടുകൾ കൂടി കയറിറങ്ങാറുണ്ട്. ഞാൻ പോയിട്ട് വേഗം വരാം. ശരി, നമുക്കിത് കളറാക്കണം കറിയാച്ചായ. ശരി മെമ്പർ. എന്നാൽ ഞാൻ ഇറങ്ങുന്നു. അമ്മച്ചി ഹലോ അമ്മച്ചി, ഹലോ. അമ്മച്ചി ജോസ്മോനാ. ആ ജോസ്മോനാണോ? എന്നെ പോലെ വിശേഷം? ഞങ്ങളെല്ലാം കൂടെ വരുന്നുണ്ട് അമ്മച്ചി. ആണോ? അളിയനും മെൽദോയും എല്ലാരും ഉണ്ട്. എന്ന് മക്കളെ വരുന്നേ? ഞങ്ങൾ നാളെ എത്തും അമ്മച്ചി. ഈ വർഷം അപ്പച്ചനെയും അമ്മച്ചിനെയും വിവാഹ വാർഷികം നമുക്ക് ശരിക്കും ആഘോഷിക്കണം. അതിന് ഞങ്ങൾ എല്ലാം ഏർപ്പാടാക്കിയിട്ടുണ്ട്. ശരി മോനെ, എനിക്കിത് അപ്പച്ചനോട് പറയാൻ തിരക്കായി. അപ്പച്ചൻ എന്തിയാ അമ്മച്ചി? അപ്പച്ചൻ എന്റെ തൊട്ടടുത്ത് തന്നെയുണ്ട്. എന്താ ഇത്ര സന്തോഷം? നമ്മുടെ ജോസ്മോനാ, മക്കളൊക്കെ നാളെ എത്തുന്നുണ്ട്. മോനെ, അപ്പച്ച നിങ്ങൾ എപ്പോഴാ മോനെ വരുന്നേ? ഞങ്ങൾ നാളെ വരും അപ്പച്ച. ആണോ? മക്കൾക്ക് എന്നതൊക്കെയാ ഉണ്ടാക്കി വെക്കട്ടെ? ഒന്നും വേണ്ട അപ്പച്ച. നിങ്ങൾ ഇവിടെ 1 മാസം ഉണ്ടാകുമോ? ഒരാഴ്ച ലീവ് ഉള്ള അപ്പച്ച, അത് കഴിഞ്ഞാൽ തിരിച്ചു പോരണം. എന്നാൽ ശരി അപ്പച്ച, നാളെ കാണാം. ശരി മോനെ, ശരി. മക്കൾക്ക് നമ്മുടെ വിവാഹ വാർഷികം എല്ലാരും വിളിച്ച് ആഘോഷിക്കണം. അവരെല്ലാം ഏർപ്പാടാക്കിയിട്ടുണ്ട്. നമ്മുടെ അയൽക്കത്തുള്ള എല്ലാരെയും വിളിക്കണം. ഇന്നലെ കൂടെ മോളിക്കുട്ടി ചോദിച്ചതാ മക്കൾ എന്നാ വരുന്നേന്ന്. എന്നാലും ഒരാഴ്ച ഉള്ള ആലോചിക്കുമ്പോഴാണ്. അത് പിന്നെ അന്നാമേ, ഈ വിശേഷ ദിവസം ഇത്രയും ദൂരെ എല്ലാരും കൂടെ വരുന്നുണ്ടല്ലോ അല്ലേ? ഒരാഴ്ച നമുക്ക് മക്കളുടെ കൂടെ തന്നെ ഇരിക്കണം.
ഇനി കിടക്കാം. രാവിലെ നേരത്തെ എഴുന്നേക്കണം. അതെ അതെ. മക്കള് രാവിലെ എത്തില്ല. അമ്മച്ചി മോനെ, മോളെ ബിന്ദു. എത്ര നാളായി മക്കളെ നിങ്ങളെയൊക്കെ കണ്ടിട്ട്. കുട്ടനും മോളൂട്ടിയും നന്നായി പൊക്കം വെച്ചു. അപ്പച്ചന് ഈയിടെയായിട്ട് നല്ല ക്ഷീണമുണ്ട്. അത് ശരിയാ, അമ്മച്ചിന് നല്ല ക്ഷീണമുണ്ട്. അമ്മച്ചിക്ക് ഒരു വയ്യായ്മയൊക്കെ ഉണ്ട്. അത് ഈ പ്രായമാകുമ്പോ അങ്ങനെയൊക്കെ ഉണ്ടാകും. മക്കള് പോയി ഭക്ഷണം കഴിക്കേ. മക്കൾക്ക് ഇഷ്ടമുള്ളതോ അമ്മച്ചി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. വരുന്ന അമ്മച്ച ഈ ബാഗൊക്കെ ഒന്ന് അകത്ത് വെച്ചിട്ട് വരണം. അപ്പച്ച, മോനെ, നമ്മൾ അടുത്ത വെള്ളിയാഴ്ചയാണ് ആഘോഷിക്കുന്നത്. ഇന്നിപ്പോൾ ഞായറാഴ്ചയല്ലേ ആയുള്ളൂ. എല്ലാം ഏർപ്പാടാക്കിയിട്ടുണ്ട്. സന്തോഷായില്ലേ? അതെ അമ്മച്ചി, വെള്ളിയാഴ്ചക്ക് മുമ്പ് ഞങ്ങൾക്ക് 1-2 സ്ഥലത്ത് ടൂറിന് പോകണം. ടൂറിന് പോകാന്ന് പറഞ്ഞുകൊണ്ടാണ് പിള്ളേരൊക്കെ വരാന്ന് തന്നെ സമ്മതിച്ചത്. ഈ ചൂടും പൊടിയും ഒന്നും അവർക്ക് ഇഷ്ടമല്ലെന്നേ. അതെ അപ്പച്ച, അമ്മച്ചി, ഞങ്ങൾ പോയിട്ട് വെള്ളിയാഴ്ച രാവിലെ എത്താം. ശരി മക്കളെ, നിങ്ങൾ പോയിട്ട് വാ. ഒത്തിരി കാലം കൂടിയല്ലേ വരുന്നേ. പിള്ളേര് നമ്മുടെ നാടൊക്കെ കൊണ്ട് കാണിക്കും. അവർക്ക് സന്തോഷമാകട്ടെ. അത് മാത്രമല്ല അപ്പച്ച, 2 ദിവസം താമസിക്കാനായി ഓരോരു റിസോർട്ട് ബുക്ക് ചെയ്തിട്ടുണ്ട്. റിസോർട്ടോ? ഇത്രയും നാള് കൂടി നിങ്ങൾ വന്നിട്ട് ഒരു ദിവസം പോലും വീട്ടിൽ നിൽക്കുന്നില്ലേ? അതെ അമ്മച്ചി, എങ്ങും പോയില്ലെങ്കിൽ പിള്ളേർക്ക് ബോറടിക്കുമെന്ന്. ഞങ്ങൾക്ക് താല്പര്യമുണ്ടായിട്ടല്ല, പക്ഷെ നമ്മുടെ സാഹചര്യം ഇത് അതായി പോയില്ലേ. ശരി. അച്ചാച്ചനും അമ്മച്ചിയും പള്ളിയിൽ പോയിട്ട് വരാം. എടി ബിന്ദു, അപ്പച്ചനും അമ്മച്ചിക്ക് തീരെ വയ്യ. നമ്മൾ പോകുന്നതിന് മുമ്പ് അവരെ എവിടെയെങ്കിലും ആക്കിയേച്ച് വേണം പോവാൻ. അതെ ഇച്ചായ, നമ്മൾ ഇന്നൊരു നേഴ്സിംഗ് ഹോമിന്റെ കാര്യം പറഞ്ഞില്ലേ, നമുക്ക് അതങ്ങ് നോക്കിയാലോ? എനിക്ക് അവരെ എങ്ങും വിടാൻ താല്പര്യമില്ല. അവർ 10-40 വർഷമായി താമസിക്കുന്ന വീടല്ലേ ഇത്. പട്ടിണി കിടന്നും കഷ്ടപ്പെട്ടും ബുദ്ധിമുട്ടിയും ഉണ്ടാക്കിയ വീടാണ്. ഈ വീട് വിട്ട് അവർ എവിടേക്കും വരുമെന്ന് എനിക്ക് വിശ്വാസമില്ല. എങ്കിൽ പിന്നെ നമുക്കൊരു ഹോം നേഴ്സിനെ നിർത്തിയാലോ? ഹോം നേഴ്സിനെ നിർത്താനൊന്നും അപ്പച്ചനും അമ്മച്ചിയും സമ്മതിക്കില്ല. എങ്കിൽ പിന്നെ എന്നാ ചെയ്യാം? നിനക്ക് അപ്പച്ചന്റെ അമ്മച്ചിയുടെ അടുത്തോ നിൽക്കാൻ പറ്റുമോ? അതൊന്നും പറ്റില്ല. ഞാനാണെങ്കിൽ പുതുതായി ജോലിക്ക് കയറിയിട്ട് ഒന്ന് സെറ്റിലായി വരുന്നേ ഉള്ളൂ. എങ്കിൽ പിന്നെ ഒരു വഴിയേ ഉള്ളൂ, അവരെ ഒരു നേഴ്സിംഗ് ഹോമിലാക്കുക. നിങ്ങളുടെ എല്ലാവരുടെയും അഭിപ്രായം അതാണെങ്കിൽ പിന്നെ ഞാനായിട്ട് ഇനി എന്ത് പറയാനാ? അതെ, അപ്പച്ചനെ അമ്മച്ചി എവിടെ ആക്കിയാലും കൊള്ളാം. എക്സ്പെൻസ് എല്ലാവരും ഒരുപോലെ ഷെയർ ചെയ്യണം. അളിയ തന്നേക്കാം. അളിയാ, ഇതെങ്കിലും തരണേ.
ഒന്ന് മിണ്ടാതിരിക്കുക, അപ്പച്ചനും അമ്മച്ചിയും വരണം. അപ്പച്ചനും അമ്മച്ചി എത്തിയോ? എന്നാൽ ഞങ്ങൾ പോയിട്ട് വരാം അപ്പച്ച. ശരി ശരി മക്കളെ, മക്കളെ. നിങ്ങൾ പോയിട്ട് വാ. മക്കളെ അതെ അളിയ, അപ്പച്ചനെ അമ്മച്ചനെ വിളിച്ചോ, നമുക്ക് കേക്ക് മുറിക്കാം. എല്ലാരും എത്തിയിട്ടുണ്ടല്ലോ. വാ, നമുക്ക് കേക്ക് മുറിക്കാം. Wishing you the very best. Happy anniversary, happy anniversary, happy anniversary. Happy anniversary, happy anniversary, happy anniversary. എല്ലാവരും നിന്ന് നമുക്ക് സെൽഫി എടുക്കാം. അപ്പച്ചനും അമ്മച്ചിക്കും സന്തോഷായില്ലേ? എല്ലാവരെയും ഒന്ന് കാണാൻ പറ്റിയല്ലോ. സന്തോഷമായി. കുറച്ച് നാളായിരുന്നു എല്ലാരെയും കണ്ടിട്ട്. മനസ്സിൽ നല്ലൊരു സുഖം. അതെ അപ്പച്ച, നാളെ കഴിഞ്ഞാൽ ഞങ്ങൾ തിരിച്ചു പോകും. അത് കഴിഞ്ഞാൽ അപ്പച്ചനും അമ്മച്ചിയും വീണ്ടും തനിച്ചാകുകയാണ്. അതുകൊണ്ട് ഞങ്ങൾ 3 പേരും കൂടെ ഒരു തീരുമാനമെടുത്തു. എന്ത് തീരുമാനം? ആ, നീ തിരക്കാക്കല്ല, മക്കൾ പറയട്ടെ. അതെ അപ്പച്ച അമ്മച്ചി, ഈ പറയുന്നതുകൊണ്ട് ഞങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ട്. അപ്പച്ചൻ്റെ അമ്മച്ചിയുടെ അടുത്ത് എപ്പോഴും ഞങ്ങൾക്ക് നിൽക്കാൻ പറ്റുമോ? അതുതന്നെയല്ല, അപ്പച്ചനാണെങ്കിൽ ഇപ്പോൾ നല്ല ക്ഷീണമുണ്ട്. അതുകൊണ്ട് അതുകൊണ്ട് നിങ്ങൾ എന്നതാ ഈ പറഞ്ഞു വരുന്നത്? അതുകൊണ്ട് അപ്പച്ചനെ അമ്മച്ചിയെ ഞങ്ങളൊരു നേഴ്സിംഗ് ഹോമിലാക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. അവിടെ ആകുമ്പോൾ അപ്പച്ചൻ്റെ അമ്മച്ചിയുടെ കാര്യം നോക്കാൻ എപ്പോഴും ആരെങ്കിലും കൂടെ കാണുമല്ലോ. അതെ അമ്മച്ചി, അതാവുമ്പോൾ ഞങ്ങൾക്ക് സമാധാനത്തോടെ തിരിച്ചു പോകാമല്ലോ. ഞങ്ങൾക്ക് താല്പര്യമുണ്ടായിട്ടല്ല അപ്പച്ച, പക്ഷേ നമ്മുടെ സാഹചര്യം അതായി പോയില്ലേ. ആദ്യമൊക്കെ ഒരു ബുദ്ധിമുട്ടുണ്ടാവും, പിന്നെ അതുമായിട്ട് പൊരുത്തപ്പെട്ടോളും. മക്കൾ പറയുന്നത് ശരിയാ. ആദ്യം കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാവും, പിന്നെ ഒക്കെ ശരിയായിക്കോളും. ഒക്കെ ശരിയായിക്കോളും. 60 വർഷമായി ഞാൻ ഈ മനുഷ്യന്റെ കൈ പിടിച്ച് ഈ കുടുംബത്തിലേക്ക് വന്നിട്ട് ആരെ ബുദ്ധിമുട്ടിക്കാതെ ഞങ്ങളിവിടെ കഴിഞ്ഞോളാം. മക്കളെ ബുദ്ധിമുട്ടണ്ട.
അതെ അമ്മച്ചി, അമ്മച്ചി ഞങ്ങളുടെ അവസ്ഥയും കൂടി ഒന്ന് മനസ്സിലാക്കുക. മക്കളെ ബുദ്ധിമുട്ടിക്കാതെ നേഴ്സിംഗ് ഹോമിലായാലെന്നാ, നമ്മൾ അവിടെ ഒന്നിച്ചല്ലേ. മക്കൾക്ക് സമാധാനമായിട്ട് ഓസ്ട്രേലിയക്ക് പോകുകയും ചെയ്യാലോ. എന്നാലും ഈ വീട് വിട്ട് പോകുന്നെന്ന് ആലോചിക്കുമ്പോ എനിക്ക് സഹിക്കുന്നില്ല. മക്കൾ അതൊന്നും കാര്യമാക്കണ്ട. രാത്രിയായി, പോയി കിടന്നോ മക്കള്, പോയി കിടന്നോ. അമ്മച്ചിയും വിഷമിക്കണ്ട. നമ്മൾക്ക് കൊണ്ടുപോകാനുള്ള സാധനങ്ങളൊക്കെ നാളെ രാവിലെ പാക്ക് ചെയ്താൽ മതി. നാളെ 2 മണിക്ക് നമുക്ക് റിപ്പോർട്ട് ചെയ്യണം. അപ്പച്ചനും അമ്മച്ചിയും കിടന്നോ. മക്കളും പോയി കിടന്നോ. രാത്രിയായി, പോയി കിടന്നോ, പോയി കിടന്നോ. അപ്പച്ചനെ അമ്മച്ചയും കളിപ്പിക്കും അല്ലേ? ഈ പിള്ളേരുടെ കാര്യം ഒരു കുറുമ്പനും ഒരു കുറുമ്പി അപ്പച്ചനെ അമ്മച്ചിയെ പറഞ്ഞു പറ്റിക്കുക. എനിക്ക് അപ്പച്ചൻ്റെ അവിടെ വലിയൊരു ടി വി ഉണ്ട്. അപ്പച്ചൻ ഒത്തിരി ഗെയിംസ് കളിക്കും. അതെ, നിങ്ങൾ ഈ പിള്ളേർ പറഞ്ഞു കേട്ടോ? നിങ്ങൾ ഈ പിള്ളേർ പറഞ്ഞു കേട്ടില്ലേ? നമ്മുടെ മക്കള് നമ്മളെ പ്രായമായ മക്കൾക്കൊരു ബാധ്യതയല്ലേ. അപ്പോ നമ്മൾ ഒന്നിച്ചുള്ള അവസാനത്തെ രാത്രിയായതല്ലേ ഈ വീട്ടിലെ അവസാനത്തെ ദിവസവും. സാരമില്ല, സാരമില്ല. നമുക്ക് ഓർമ്മിക്കാൻ ഒരുപാട് നല്ല ഓർമ്മകളില്ലേ. പിന്നെ ഫോണിൽ കൂടെ നമുക്ക് കാണുകയും ചെയ്യാലോ. എന്നാലും മരുന്നൊക്കെ ഞാൻ എടുത്തു തരാം. ഇത്രയും നാളും കഴിച്ചിട്ടുണ്ടോ? മരുന്നൊക്കെ കഴിക്കണം. ഞാൻ വിളിച്ച് ഓർമ്മിപ്പിക്കാം. അതൊന്നും ഓർത്ത് നീ വിഷമിക്കണ്ട. നീ മരുന്ന് കൃത്യമായിട്ട് കഴിക്കണം. ഇനിയിപ്പോ ഞാൻ എത്ര നാളാന്ന് വെച്ചിട്ടാ, ഇപ്പൊ തന്നെ ശരീരത്തിനൊക്കെ നല്ല ക്ഷീണമാണ്. എനിക്ക് നിങ്ങളുടെ കാര്യം ആലോചിക്കുമ്പോഴാണ്. എന്നാ പറ്റി? എനിക്ക് കുറച്ച് വെള്ളം എടുത്തുകൊണ്ട് തന്നെ. വെള്ളം പോയപ്പോഴേക്കും ഉറങ്ങിയോ? ഇതാ വെള്ളം, കണ്ണു തുറക്കുക. അയ്യോ
ഉണ്ടല്ലോ, അവരിതുവരെ ഉറങ്ങിയില്ലേ? അവർ കൊണ്ടുപോകാനുള്ള സാധനങ്ങൾ ഒക്കെ പാക്ക് ചെയ്യുമായിരിക്കും. നീ ഒന്ന് പോയി നോക്കിക്കേ. അമ്മച്ചി, 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 അപ്പച്ച, അമ്മച്ചി, 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 ചായ കൊണ്ടുവന്ന് വന്നേ. അമ്മച്ചി, അമ്മച്ചി, അച്ഛനൊന്ന് വേഗം ഒന്ന് വീട്ടിലേക്ക് വരൂ. അച്ഛാ, ഞങ്ങളുടെ അപ്പച്ചനും അമ്മച്ചിയും ഞങ്ങളെ വിട്ട് പോയി. അച്ഛ, ഇതൊരു ഓർമ്മപ്പെടുത്തലാണ്. ഈ ആധുനിക ജീവിതത്തിന്റെ ഓട്ടപ്പാച്ചിലിനിടയിൽ നമ്മൾ നെട്ടോട്ടം ഓടുമ്പോൾ നമ്മുടെ മാതാപിതാക്കളുടെ ആഗ്രഹങ്ങളെയോ അവരുടെ ആവശ്യങ്ങളെയോ അന്വേഷിക്കുവാൻ നമ്മൾ പലപ്പോഴും സമയം കണ്ടെത്താറില്ല. ജന്മം തന്ന് വളർത്തി വലുതാക്കിയ മാതാപിതാക്കളെ വേദനിപ്പിച്ച് കിട്ടുന്ന ഒരു സൗഭാഗ്യത്തിനും നമ്മളെ സന്തോഷിപ്പിക്കാൻ കഴിയില്ല. പട്ടിണി കിടന്നും കഷ്ടപ്പെട്ടും മക്കളെ ഒരു നല്ല സ്ഥാനത്താക്കിയ അവർക്ക് നമ്മളൊരു വലിയ പ്രതീക്ഷയാണ്. വാർദ്ധക്യത്തിൽ അവരെ സംരക്ഷിക്കാൻ നമ്മൾ അവരുടെ കൂടെ നിൽക്കുമെന്നുള്ളൊരു വലിയ പ്രതീക്ഷ. ആധുനിക ലോകത്ത് മാതാപിതാക്കളുടെ സാന്നിധ്യം പോലും അസഹനീയമെന്ന് കരുതുന്ന ആളുകളുടെ ഇടയിലാണ് നമ്മൾ ജീവിക്കുന്നത്. എന്നാൽ സുഭാഷിതങ്ങൾ നമ്മോട് ഓർപ്പിക്കപ്പെടുന്നത്, നിന്നെ ജനിപ്പിച്ച അപ്പൻ്റെ വാക്ക് കേൾക്കുക, നിന്റെ അമ്മ വാർദ്ധക്യത്തിലായിരിക്കുമ്പോൾ അവളെ നിന്ദിക്കരുത്. നമ്മുടെ ജീവിത തിരക്കുകളൊക്കെ മാറി നമ്മുടെ അപ്പനെയും അമ്മയും ഉള്ളു തുറന്ന് സ്നേഹിക്കാമെന്ന് നമ്മൾ ആഗ്രഹിക്കുമ്പോൾ ഒരു പക്ഷേ നമ്മുടെ കൂടെ അവർ ഉണ്ടാകണമെന്നില്ല. മാതാപിതാക്കൾ ജീവിച്ചിരിക്കുന്ന കാലമാണ് സ്വർഗം, ഈ ഭൂമിയിലെ സ്വർഗം.